വീട്ടിൽ കറി വെക്കുന്നതിന് നോക്കാം. അപ്പം നോക്കാം എനിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 വലിയ ചുവന്നുള്ളിയും ഒരു 6 വലിയ വെളുത്തുള്ളിയും പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് കുറച്ച് ചെറിയ പീസായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് നമ്മൾ മല്ലിപ്പൊടി നമ്മൾ ചേർക്കണില്ല. പിന്നെ വേണ്ടത് 1/4 ടേബിൾ സ്പൂൺ കുരുമുളകിന്റെ പൊടി, പിന്നെ 2 നുള്ള ഉലുവയുടെ പൊടി. പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കുടംപുളിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു 4 പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്. ഈ കുടംപുളി നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇതേപോലെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അതിന് കുടംപുളി നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കറിക്ക് ചെറുതായിട്ട് ഒരു കൈപ്രസ് ഉണ്ടാവും. പിന്നെ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ ചുവന്നുള്ളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ കടുക്, പിന്നെ കറിവേപ്പില, പിന്നെ ഉണക്കമുളക്. അപ്പൊ നമുക്ക് നോക്കുന്നത് എങ്ങനെ കറിയാക്കാന്ന്. ഇനി നമുക്കിത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചേർക്കാം. ഇഞ്ചി ചേർക്കാം, ചുവന്നുള്ളി ചേർക്കാം, വെളുത്തുള്ളി ചേർക്കാം, കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ കിടന്ന് മൊരിയണം. അപ്പോൾ ഇത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെക്കാം. നമുക്കൊരു ലോ ഫ്ലെയിമിലിടാം. കാരണം എന്താ വെച്ചാൽ ഈ മൺചട്ടി നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കുകയായിരിക്കും. നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്ക് ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ആ കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ എരിവ് വളരെ കുറവാവുകയും ചെയ്യും, പിന്നെ കറിക്ക് നല്ല കളർ ഉണ്ടാവുകയും ചെയ്യും. ഈ കറിക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളകും കാശ്മീരി മുളകും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ചേർക്കാം. ഈ മുളക് പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുടംപുളിയും പിന്നെ നമ്മൾ കുടംപുളി സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന വെള്ളവും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം. നമ്മുടെ ചെമ്മീൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. തീ നന്നായിട്ട് കൂട്ടി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ആ വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കണ്ട. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കറി നമ്മൾ എടുക്കുമ്പോൾ ഒരുപാട് ഗ്രേവിയിൽ എടുക്കരുത്. കുറേ ഗ്രേവി ഉണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഈ വെള്ളം നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചെമ്മീനും പിന്നെ കുരുമുളകിൻ്റെ പൊടിയും ഉലുവയുടെ പൊടിയും ചേർക്കാം. നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ ഈ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. 2 നുള്ളു മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർക്കാം. ഇനി മൂടി വെച്ചിട്ട് ഈ കറി നമുക്ക് വേവിക്കാം. ഇതിനകത്ത് ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരണം. നമുക്ക് കറി നമുക്ക് മൂടി വയ്ക്കാം. കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റിനുള്ളിൽ കറി നമുക്ക് വെന്ത് കിട്ടും. നമുക്ക് മൂടി വയ്ക്കാം. ഈ കറിയിലെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കറി നന്നായിട്ട് തിളച്ചാൽ മതി. അപ്പോൾ ഇനി ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ നമ്മൾ ഈ കറി നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ഗ്രേവി ഒരുപാട് ഉണ്ടാവരുത്. ഇതേപോലെ ചെറുതായിട്ട് തിക്കായിട്ടിരിക്കണം. ഇനി നമ്മൾ ചെമ്മീൻ നമ്മൾ വെന്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കറിയിൽ ഗ്രേവി കൂടുതൽ പോലെ തോന്നുകയാണെങ്കിൽ പിന്നെ നമ്മൾ തുറന്ന് വെച്ചിട്ട് വറ്റിക്കണം. പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ എടുത്തിട്ട് വേണം ഇങ്ങനത്തെ കറി വെക്കാൻ വേണ്ടിയിട്ട്. ഫ്രോസൺ ആയിട്ടുള്ള ചെമ്മീൻ എടുത്ത് നമ്മൾ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെമ്മീൻ റബ്ബർ പോലെ ഇരിക്കും. നമുക്ക് കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. ഇതിന് വേണ്ടിയിട്ട് കറി നമുക്ക് നീക്കി വയ്ക്കാം. ഈ കറിയിലേക്ക് നമുക്ക് താളിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം.
ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം കടുക് ഇട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് ചേർക്കുമ്പോൾ പതുക്കെ ചെറുതാക്കിയിട്ട് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചേർക്കാം, കറിവേപ്പില ചേർക്കാം. ഇപ്പോൾ ചുവന്നുള്ളിക്ക് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും ചേർക്കാം. കുറച്ച് മുളക് പൊടിയും ചേർക്കാം. നമ്മൾ എപ്പോഴും കാഴ്ച ഒഴിക്കുമ്പോൾ ഇതേപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു സ്മെല്ലുണ്ടാവും, കറിക്ക് നല്ലൊരു കളറുണ്ടാവും. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. ഇപ്പം നമ്മുടെ കുടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ കറിയൊക്കെ നമ്മുടെ ഒരു നാടൻ കറിയാണ് ശരിക്കും. ഈ കറിക്ക് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും.